എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 169 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ദി പിക്ചർ ഷോസ് എ റോംബസ് വിത്ത് ഈച്ച് സൈഡ് ടാൻജന്റ് ടു എ സർക്കിൾ വിത്തിൻ ഇറ്റ് അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒരു റോംബസ് അല്ലേ, റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സമാന്തരികം. അപ്പോൾ അത് തന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡുകൾ എന്താണ്? അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സർക്കിൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ ടാൻജൻറ്റുകളാണ് ഈ 4 സൈഡുകളും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സർക്കിളിൻ്റെ ഒരു 1 2 3 4 ടാൻജൻറ്റുകൾ. അപ്പോൾ ഇത് കൂട്ടിച്ചേർന്ന് ഒരു സമഭുജ സമാന്തരികം, ഒരു റോംബസ് ആയിട്ടുണ്ട് അല്ലേ. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇത് നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിലൊന്ന് പകർത്തി വരയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചോദ്യം വളരെ സിമ്പിളാണ് അല്ലേ. അതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമുക്കെങ്ങനെ വരച്ചു തുടങ്ങും? നമുക്കറിയാം ഇവിടെ 4 സെൻറ്റിമീറ്റർ അല്ലേ, ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ, അതായത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്കറിയാം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കിയാൽ ഈ ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ 40 ഡിഗ്രി. നമ്മൾ ഈ പോയിന്റ് എവിടെ നിന്ന് എടുക്കും? കുറേ ഇങ്ങോട്ട് നീക്കിയിട്ടോ എവിടെ എടുക്കും അല്ലേ. നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ചിത്രങ്ങൾ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാൻജന്റ് അല്ലേ, ഈ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് എന്ത് കൊടുക്കുക? ഒരു ലംബം അങ്ങോട്ട് വരച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഒരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ വഴികൾ അങ്ങോട്ട് തെളിഞ്ഞ് വരും. അല്ലെങ്കിൽ ഇത് തന്നെ ചിത്രം നോക്കിയിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇവിടെ നിന്നും 2 റേഡിയസ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്തറിയാൻ പറ്റും? നമുക്കറിയാം ഇതെന്താണ്, ഈ കോർഡിനേറ്റർ ഒരു സൈക്കിൾ കോർഡിനേറ്റർ ആണെന്ന് അറിയാം അല്ലേ. അതായത് ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്കറിയാം? 180 ഡിഗ്രി കിട്ടുമെന്നറിയാം അല്ലേ. അതായത് നമുക്ക് ഈ ആംഗിൾ കിട്ടുമല്ലോ. എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്ന് 180ൽ നിന്ന് 40 കുറച്ചാൽ മതി അല്ലേ. അതായത് 120 ഡിഗ്രി. ഈ ആംഗിൾ നമുക്ക് കിട്ടി 120 ഡിഗ്രി. കണ്ട, ഒരേ വഴികൾ തെളിഞ്ഞു വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതൊരു റോംബസ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലേ, സമഭുജ സമാന്തരികം ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കില്ലേ. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇവിടെ 40 ആയിരിക്കില്ലേ, 40 ആയിരിക്കും അല്ലേ, 40 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ ഈ 2 ടാൻജന്റ് അല്ലേ, അതിൻ്റെ ഈ പോയിന്റ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിലോ ഓക്കെ അല്ലേ. ഇത് ഇതും ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആണ് അല്ലേ, അതായത് ചക്രീയ ചതുർഭുജാണ്. അതായത് ഇപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഈ ആംഗിൾ നമുക്കറിയാലോ, ഇവിടെയും 120 തന്നെ അല്ലേ. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അതായത് ഇതിപ്പോൾ എന്തായി? ഇത് ഓപ്പോസിറ്റ് ആംഗിളുകളായി അല്ലേ. അപ്പോൾ നോക്കിയേ, ഇതെന്താണ്? ഇത് 2 സ്ട്രെയിറ്റ് ലൈനുകൾ അല്ലേ. അതായത് ഇവിടെ 120 ഇവിടെ 120 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണോ 60 തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കിയാൽ ഇതിൽ നോക്കി പെട്ടെന്ന് ഈ ഫിഗർ വരയ്ക്കാൻ പറ്റും അല്ലേ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ നമുക്ക് ആദ്യം അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്തു? ഈ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, അതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഞാൻ ആദ്യം ഒരു സർക്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഏറെക്കുറെ ഇതേ ചെരിവിൽ നമുക്ക് ആദ്യം ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം, ഒരു ഡയമീറ്റർ അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ അല്ലേ. നമ്മൾ വരച്ചു, ഇതാണ് നമ്മൾ വരച്ചത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിഗ്രി ഉണ്ട്? 120 ഡിഗ്രി ആണല്ലോ ഈ ലൈൻ വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടെ കറക്റ്റ് നമ്മുടെ സെൻറ്റർ അല്ലേ, സെൻറ്റർ. ഇനി ഇവിടെ നിന്ന് 120 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും പ്രൊട്രാക്ടർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കണ്ടില്ലേ, ആ പോയിന്റ് കറക്റ്റായിട്ട് വെക്കാം, ഈ ലൈൻ കറക്റ്റായിട്ട് നോക്കാം. അതിനുശേഷം എന്താ 100 110 120 ആ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റും ഈ സർക്കിളിൻ്റെ ഈ സെൻറ്ററും കൂടിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ സർക്കിളിൻ്റെ പുറത്തേക്ക് വരയ്ക്കേണ്ട കാര്യമില്ല അല്ലേ. കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ യോജിപ്പിക്കാം. യോജിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാൻ നോക്കിയാൽ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് വരയ്ക്കാം. അതായത് ഈ വര നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോന്നോട്ടെ. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ 4 പോയിന്റുകൾ കിട്ടി അല്ലേ, 4 പോയിന്റുകൾ കിട്ടി. ഇതിൻ്റെ ഈ ടാൻജൻറ്റ് ഈ 4 പോയിന്റുകൾ കിട്ടി. ഇനി ടാൻജൻറ്റ് വരച്ചാൽ പോരെ. അതിനെന്ത് ചെയ്യണം? ഈ വരയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്ത ലൈൻ, ഇങ്ങനെ 4 എണ്ണത്തിന് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഈ വശങ്ങൾ കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പോയിന്റിൽ കൂടി വരയ്ക്കാം അല്ലേ. അപ്പോൾ ആ പോയിന്റ് കറക്റ്റായിട്ട് ആ പോയിന്റിൽ വെച്ചു അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ 90 ഡിഗ്രി കൃത്യമായിട്ട് ആ ലൈൻ വന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 180 ആ പോയിന്റിൽ അല്ലെങ്കിൽ 0 ആ പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിപ്പോൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഒരു ടാൻജൻറ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അത് കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതുപോലെ തന്നെ ഇതിനും ടാൻജൻറ്റ് വരയ്ക്കുക ചെയ്തു, അതേപോലെ തന്നെ ടാൻജൻറ്റ് വരയ്ക്കുക.
അതൊക്കെ കൃത്യമായിട്ടല്ലേ ഇത് 90 ഡിഗ്രി കാണുന്നുണ്ടല്ലോ ഈ പോയിന്റ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെയും നമ്മളൊരു പോയിന്റ് മാർക്ക് ഇട്ടു അല്ലേ, 0-ൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവ നമ്മൾ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇതുപോലെ ഇതിന് ടാൻജൻറ്റ് വരയ്ക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ പോയിന്റ്? ഓക്കെ, അവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി അവ തമ്മിൽ ഇതേ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഇതിന് അല്ലേ, ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കാം, അതായത് ടാൻജൻറ്റ്. ഓക്കെ, കറക്റ്റായി പോയിന്റ് വെച്ചു അല്ലേ. ഇനി ഇതേ ഇവിടെ അവിടെ പോയിന്റ് ഇട്ടു, ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 40 ഡിഗ്രി അല്ലേ. അപ്പോൾ കൂടുതലുള്ള മാച്ച് കളയൊന്നുമില്ല, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ വരയ്ക്കേണ്ട രൂപം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കോഡ് ആൻഡ് ടാൻജൻറ്റ്, അതായത് തൊടുവരകളും കോണുകളും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണിത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു സർക്കിൾ വരക്കാണാം. ഒരു സർക്കിൾ ഉണ്ട് അല്ലേ. സർക്കിളിൽ നോക്കിയാൽ ഈ സർക്കിളിന് 2 ടാൻജൻറ്റുകൾ വരച്ചിട്ടുണ്ട്. അതായത് പി എന്ന പോയിന്റിൽ നിന്ന് 2 ടാൻജൻറ്റുകളുണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്. ഇനി ഈ സർക്കിളിനെ ഇവിടെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേ, ഈ ടാൻജൻറ്റ് ഇവിടെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്, അതുപോലെ തന്നെ ഇവിടെയും പോയിന്റ്. ഈ 2 പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കോഡ് കിട്ടും അല്ലേ, അതായത് ഒരു ഞാണ് കിട്ടും. ഞാണിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു കോഡ് കിട്ടി. നാം ഈ വരച്ച കോഡും ഈ ടാൻജൻറ്റും അല്ലേ, ടാൻജൻറ്റും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഒരു കോൺ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ ഇല്ലേ ഒരു ആംഗിൾ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെയും ഈ ടാൻജൻറ്റ് ഈ നമ്മുടെ ഈ കോഡ് ഇവ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും? ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ആംഗിൾ ഒരു 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ. ഈ 2 ടാൻജൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് 80 ഡിഗ്രിയാണ്, 80 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളുകൾ എത്ര വീതമായിരിക്കും? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, നാം ഇവിടെ നോക്കിയാൽ ത്തിൻ്റെ ഈ കേന്ദ്രവും അതുപോലെ തന്നെ ഈ ടാൻജൻറ്റിൻ്റെ ഈ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ചതുർഭുജം കിട്ടും അല്ലേ. ആ ചതുർഭുജത്തിൻ്റെ ഈ 2 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ആണെന്ന് നമുക്കറിയാം അല്ലേ. അതറിയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താണ്? ഇവിടെ 80 ആണെങ്കിൽ എത്ര ആയിരിക്കും? 100 ആയിരിക്കും അല്ലേ. അതായത് 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 180 കിട്ടണം അല്ലേ. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് 100. ഓക്കെ, നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്ത് നോക്കിയാൽ ഈ ഉള്ളിലുള്ള ഈ ട്രയാങ്കിൾ അല്ലേ, ഇത് നമുക്കറിയാം സമപാർശ്വ ത്രികോണമാണ് അല്ലേ. ഇത് 2 റേഡിയസ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ ആംഗിളും ഈ ആംഗിളും തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ മൊത്തം 180 ഡിഗ്രിയാണ്, അതിൽ 100 ഡിഗ്രി ഇത്, ബാക്കി 50 ഡിഗ്രി ഉണ്ട് അല്ലേ. 80 ഡിഗ്രിയിൽ പകുതിയും ആയിരിക്കും ഇത് 2 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ 40 ഡിഗ്രി വരും, ഈ ആംഗിളും 40 അല്ലേ. അപ്പോൾ നമുക്കിത് കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലത്തെ ഈ 2 ആംഗിളും കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. എത്രയായിരിക്കും? മൊത്തം ഈ റേഡിയസും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിൽ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 50 കിട്ടി. ഇവിടെയും നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മൊത്തം 90, 90ൽ നിന്ന് 40 കുറച്ചപ്പോൾ 50 അല്ലേ. അപ്പോൾ ഇവിടെയും 90ൽ നിന്ന് 40 കുറച്ചപ്പോൾ 50. അപ്പോൾ ഇവിടെ ഈ കോഡും ശ്രദ്ധിക്കുക, ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിന്ന് കിട്ടി. ഓക്കെ അല്ലേ, 50 ഡിഗ്രിന്ന് കിട്ടി. ഈ 50 ഡിഗ്രി നമ്മൾ നേരെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ കോഡ് ഈ സെൻട്രലിൽ ഉണ്ടാക്കുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി. അതായത് ഇതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടിയത്. ഇവിടെ 100 വന്നപ്പോൾ കോഡ് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ആണ്. നമുക്കിവിടെ കോഡും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 50 കിട്ടി അല്ലേ. അതിൻ്റെ പകുതി കിട്ടി. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്തു നോക്കാം. ഈ കോഡ് അല്ലേ, ഈ കോഡ് ഈ സർക്കിളിൻ്റെ ഇത്രയും ഭാഗം, അതായത് വൃത്തത്തിൻ്റെ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കാം. അതായത് ഈ കോഡ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഈ കോഡ് ഈ സർക്കിൾ ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് തമ്മിൽ വൃത്ത സർക്കിൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ കോഡ് നോക്കിയാൽ ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, ഇത് സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ അല്ലേ. അതൊക്കെ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ പറയാം? ഈ കോഡും ശ്രദ്ധിക്കുക, ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ ഏതിന് തുല്യമായിരിക്കും?
ഈ കോഡ് വൃത്തത്തിന്റെ മറുഭാഗത്ത്, അതായത് ഇത് ഈ കോഡിന്റെ ഇപ്പുറമുണ്ട് അല്ലെ, രണ്ട് ഭാഗങ്ങളാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സർക്കിളിന്റെ മറുഭാഗം ഇപ്പുറത്തെ ഭാഗത്ത് ഏത് ആംഗിളാണോ ഉണ്ടാക്കുന്നത് അതിന് തുല്യമായിരിക്കും ഈ ആംഗിൾ. അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്നും പറയാം. അപ്പൊ ഒന്നുകിൽ സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്ന് പറയാം, അതല്ലെങ്കിൽ എന്താണ്, ഈ സർക്കിളിന്റെ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന് തുല്യമായിരിക്കും ഈ ആംഗിൾ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. ഇനി അത് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ആംഗിൾ 100ന് പകരം 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 100ന് പകരം ഈ ആംഗിൾ 120 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതറിയാം അല്ലെ, ഈ ആംഗിൾ എത്ര വെച്ചായിരിക്കും, 180ൽ നിന്ന് 120 കുറച്ചാൽ ബാക്കി എത്ര വരും, 60 ഡിഗ്രി അല്ലേ. അപ്പൊ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ എത്ര വെച്ച് വരും, 30 ഡിഗ്രിയും 30 ഡിഗ്രി അല്ലേ. ഇത് രണ്ടും നമുക്ക് 30 ഡിഗ്രി 30 ഡിഗ്രി എന്ന് കിട്ടി, ഈ രണ്ട് ആംഗിളുകൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, മൊത്തം 90 ഡിഗ്രി. അപ്പൊ 90ൽ നിന്നും ഇവിടെ 40 കുറച്ചപ്പോൾ 50 കിട്ടി. അപ്പൊ ഇവിടെ 30 കുറച്ചാൽ ബാക്കി ഇപ്പുറത്തെ ആംഗിൾ എത്ര വരും, ഈ ആംഗിൾ എത്ര വരും, 60 ഡിഗ്രി വരും അല്ലേ. 60 ഡിഗ്രി കിട്ടും, ഇവിടെയും 60 ഡിഗ്രി കിട്ടി. അതായത് നമുക്ക് ഇവിടെ 50ന് പകരം 60 കിട്ടി അല്ലേ. ഇനി സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ പകുതി അല്ലേ. അപ്പൊ സെൻട്രൽ ആംഗിൾ പകുതി എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടി കണ്ട. അപ്പൊ ഈ ആംഗിള് എപ്പോഴെന്തായിരിക്കും, ഈ കോഡും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും അത് ഈ കോഡ് ഈ സർക്കിളിന്റെ മറുഭാഗത്ത് ഉണ്ടാക്കുന്ന കോൺ. അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് എഴുതാം ഈ രണ്ട് കോണും. ഇനി ചോദ്യങ്ങൾ വരുമ്പോൾ വേറെ ഒന്നും നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട. ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നമുക്ക് നോക്കിയാൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ വശം അല്ലെ, അതിന്റെ തൊട്ട് അപ്പുറത്തുള്ള ആംഗിളുകൾ രണ്ടെണ്ണം എന്തായിരിക്കും, അതായത് ടാൻജന്റും ഈ കോഡും തമ്മിലുള്ള ഈ ആംഗിൾ എന്തായിരിക്കും, ഇത് എത്രയാണോ അത് തന്നെ എടുത്ത് എഴുതാം. ഇവിടെ 50 ആണെങ്കിൽ 50 50 എന്ന് എഴുതാം, 60 ആണെങ്കിൽ 60 60 എന്ന് എഴുതാം. ഇതൊന്നും കണക്കൂട്ടി നേരം കളയണ്ട. ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത് അത് ഉടനടി ഇങ്ങോട്ട് എടുത്ത് എഴുതാം. മനസ്സിലായില്ലേ. അല്ലെങ്കിൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതേ ആംഗിൾ ആയിരിക്കും ഇവിടെയും വരാം. ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പൊ നോക്കിയാൽ ഈ കോഡും ഈ ആംഗിളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ ഈ കോഡും വേണമെങ്കിൽ ഇതിന്റെ ടാൻജന്റ് ഇപ്പുറം അല്ലെ, ഇപ്പുറത്തൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഈ ടാൻജന്റും ശ്രദ്ധിക്കുക, ഈ ടാൻജന്റും ഈ ആംഗിളും അല്ലെ, ഈ ഭാഗത്തെ ആംഗിളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവാന്ന് പറഞ്ഞത്. ഇനി ഈ കോഡും ഇവിടെ അല്ലെ ടാൻജന്റ് ഇങ്ങോട്ട് പോണ്. അപ്പോൾ ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇതേ കാര്യം തന്നെ അല്ലേ. ഈ ടാൻജന്റ് മറുഭാഗത്ത്, വൃത്തത്തിന്റെ മറുഭാഗം. അപ്പൊ ഇതിപ്പോ ഇത് വൃത്തത്തിന്റെ ഇപ്പുറത്തെ ആംഗിളാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വൃത്തത്തിന്റെ മറുഭാഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പുറത്തെ ഭാഗം. മനസ്സിലായില്ലേ. അപ്പൊ ഈ ആംഗിൾ പറഞ്ഞപ്പോൾ നമ്മൾ വൃത്തത്തിന് മറുഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തെ ആംഗിൾ എടുത്തു. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിലോ ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ സർക്കിളിന്റെ മറുഭാഗം, അതായത് ഈ ടാൻജന്റ് ഈ കോഡിന്റെ ഇപ്പുറത്തെ ഭാഗം. അപ്പൊ ഇവിടെ എന്താണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അതായിരിക്കും ഇത് അല്ലെ. അതായത് ഈ കോഡ് നോക്കിയാൽ ഇങ്ങനെ ഈ സർക്കിളിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ, ഇവിടെ. അപ്പൊ ഈ ആംഗിൾ ആയിരിക്കും ഇവിടെ വരുന്ന ഈ ആംഗിൾ. അപ്പൊ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, അത് 130 ആയിരിക്കും ഈ ആംഗിൾ. മനസ്സിലായല്ലോ. റേഡിയസ് അല്ല, ഈ കോഡും ഈ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. അപ്പൊ ഈ ഭാഗം നല്ലവണ്ണം മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ ഏതാണോ ആംഗിൾ ഉള്ളത് അത് കണ്ണടച്ച് ഇവിടെ രണ്ട് ഭാഗത്ത് എഴുതാം, അല്ലെങ്കിൽ ഇത് തന്നു കഴിഞ്ഞാൽ ഇത് എഴുതാം. മനസ്സിലായില്ലേ. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 176 അല്ലെ, 176 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. In the picture, the sides of a large triangle, the sides of the large triangle are the tangents to the circumcircle of the smaller triangle at its vertices. അതായത് ഈ ചിത്രത്തിലെ ഈ വലിയ ത്രികോണത്തിന്റെ അല്ലെ, വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ എന്താണ്, ഈ ചെറിയ ത്രികോണത്തിന്റെ സർക്കം അല്ലെ, അതായത് പരിവൃത്തം. ആ പരിവൃത്തത്തിന്റെ ടാൻജന്റുകൾ അല്ലെ, 3 ടാൻജന്റുകളാണ് എന്ത്, ഈ വലിയ ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുന്നത്. ഇനി നാം എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ. ഈ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയേ, ആദ്യം ചെറിയ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ചെറിയ ട്രയാങ്കിൾ ഒന്ന് ഇതിന്റെ നീളത്തിലാണ് 80 അല്ലെ, 80 ഡിഗ്രി 50 ഡിഗ്രി, ഇതിന്റെ അളവ് 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. 80ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ 140. അപ്പോൾ ബാക്കി ഇത് എത്രയായിരിക്കും, 180ൽ നിന്ന് 140 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 40 ഡിഗ്രി അല്ലെ, 40 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്ക് അത് എഴുതി 40 ഡിഗ്രി. വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി ഡി, ഈ പോയിന്റ് നമുക്ക് സി ഡി ഇ എഫ് അല്ലെ, അങ്ങനെ എടുക്കട്ടെ, ഒരു പേര് കൊടുത്തോട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു, ആംഗിൾ എ കണ്ടുപിടിച്ചു അല്ലേ. ട്രയാങ്കിൾ എ ബി സിയിൽ
ആംഗിൾ എ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. എത്രയാണ്? 180 നിന്ന് എന്ത് കുറച്ചാൽ മതി? 80 പ്ലസ് 60 അല്ലേ? അത് കൂടി കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ ഈ ആംഗിൾ കിട്ടി. അപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ അല്ലേ? അതായത് ഈ സർക്കിള് ശ്രദ്ധിക്കുക, ഈ സർക്കിളിലെ 3 എന്താണിത്? കോഡുകളാണ് ഈ കാണുന്നത് അല്ലേ? 3 കോഡുകൾ, എ ബി എന്ന് പറയുന്ന ഒരു കോഡ്, ബി സി എന്ന് പറയുന്ന മറ്റൊരു കോഡ്, എ സി എന്ന് പറയുന്ന മറ്റൊരു കോഡ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ പഠിച്ചു നിർത്തിയത് എന്താണ്? ഇപ്പോൾ കോഡും ടാൻജന്റും അല്ലേ? അപ്പോൾ ആ ആംഗിളുകളെ കുറിച്ചാണ് നാം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇവിടെ ഈ സർക്കിളിൽ നോക്കിയേ, 3 എന്ത് വരുന്നുണ്ട്? 3 കോഡുകൾ അല്ലേ? 3 കോഡുകൾ, അതുപോലെ തന്നെ ടാൻജന്റുകൾ. ഓർമ്മയുണ്ടല്ലോ നമ്മൾ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഈ ആംഗിളുകൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ എടുത്തു. ഇതിൽ നമുക്കറിയാം ഇത് ടാൻജന്റ് ആണ് അല്ലേ? ഇത് ടാൻജന്റ്, ഇതൊരു കോഡ് അല്ലേ? അപ്പോൾ ടാൻജന്റും കോഡും തമ്മിലുള്ള അളവ് എത്രയായിരിക്കും? ഈ ടാൻജന്റും ഈ കോഡും തമ്മിലുള്ള അളവ് എത്ര? ഇതാണ് നമ്മൾ പഠിച്ചെടുത്തത്. എത്രയായിരിക്കും? നേരെ എന്ത് ചെയ്യുക? വേറെ ഒന്നും ആലോചിക്കണ്ട, ഈ കോഡ് നോക്കുക. കോഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണോ അതായിരിക്കും ഈ ആംഗിൾ ആയിട്ട് വരിക അല്ലേ? അതാണ് ഇവ തമ്മിലുള്ള ബന്ധം. അതായത് വൃത്തത്തിലെ ഒരു കോഡ് അല്ലേ? കോഡ് ഈ തൊടുവരയുമായിട്ട് ഈ ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ കോഡ് ഈ വൃത്തത്തിന്റെ മറുഭാഗത്ത്, അതായത് ഈ കോഡ് നോക്കിയ വൃത്തത്തിന്റെ മറുഭാഗം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതായിരിക്കും ഈ ആംഗിളുകൾ അല്ലെ? അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ണടച്ച് എഴുതിക്കുക, വേറെ ഒന്നും നോക്കണ്ട. ഈ കോഡിന്റെ ഈ അളവ് എത്രയായിരിക്കും? ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള അളവ് എത്രയായിരിക്കും? നേരെ അതിന്റെ ഓപ്പോസിറ്റും കൂടി നോക്കാം. ഇതിന്റെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ആ 60 ആയിരിക്കും ഇവിടെ രണ്ടിടത്തും വരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 60 ഡിഗ്രി, ഇവിടെയും 60 ഡിഗ്രി. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതാം, ഓർമ്മയിൽ നിൽക്കാൻ. ഇൻ ട്രയാങ്കിൾ എ ഡി ബി അല്ലേ? എ ഡി ബി എന്ന ട്രയാങ്കിൾ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിച്ചല്ലേ? ആംഗിൾ ഡി എ ബിയും എന്തും ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഡി എ ബിയും ആംഗിൾ ഡി ബി എയും, ആംഗിൾ ഡി ബി എ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും? 60 ഡിഗ്രി. 60 എങ്ങനെ കിട്ടിയത്? 60 കിട്ടിയത് ഇവിടെ നേരെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ 60 അല്ലേ? ആ 60 ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ 60 ഡിഗ്രി കിട്ടി. അങ്ങനെ ആംഗിൾ ഡി നിന്ന് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ആംഗിൾ ഡി എന്ത് വരും? ആംഗിൾ ഡി ഈക്വൽ ടു മൊത്തം 180 അല്ലേ? മൊത്തം 180. 180 നിന്ന് എത്ര കുറച്ചാൽ മതി? 120 കുറച്ചാൽ മതി അല്ലേ? 60 20 60 120 120 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി തന്നെ കിട്ടി അല്ലേ? അപ്പൊ ആദ്യത്തെ തീരുമാനമായി ഇത് 60 ഡിഗ്രി. അപ്പൊ ഒരു കോൺ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് ഇത്രയൊന്നും ചെയ്യാനും ആലോചിക്കാനൊന്നും ഇല്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാം അല്ലേ? ഇനി നോക്കിയാൽ, ഇനി ഇത് വേഗം പറഞ്ഞ ഉത്തരം. ഈ രണ്ട് അളവുകളും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം അല്ലെ? ഈ ടാൻജന്റും ഈ കോഡും തമ്മിലുള്ള ആംഗിൾ അല്ലെ? ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും അളവ്? നേരെ ഇങ്ങോട്ട് നോക്കാം. നേരെ ഈ കോഡിന്റെ മറുഭാഗം അല്ലെ? കോഡിന്റെ മറുഭാഗം ഓപ്പോസിറ്റ് ഈ ആംഗിൾ എത്രയാണോ അതായിരിക്കും ഇവിടെ വരാം. അപ്പൊ ഇവിടെ 40 ആണ്, ഇവിടെ എന്തായിരിക്കും? 40. മനസ്സിലായല്ലോ? 40. അപ്പൊ ഇവിടെ 40, ഇവിടെയും 40. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇൻ ട്രയാങ്കിൾ ബി ഇ സി അല്ലെ? ട്രയാങ്കിൾ ബി ഇ സിയിൽ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ആംഗിൾ സി ബി ഇ. ആംഗിൾ സി ബി ഇ സീക്വൽ ടു, അപ്പൊ ആംഗിൾ സി ബി ഇ അല്ലെ? അതും ഇതും ഈക്വൽ ആയിരിക്കും അല്ലെ? ആംഗിൾ സി ബി ഇ സീക്വൽ ടു ആംഗിൾ ബി സി ഇ. ആംഗിൾ ബി സി ഇ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. എത്ര വെച്ചായിരിക്കും? അതെങ്ങനെ കിട്ടിയത് നമുക്ക്? ഈ കോഡിന്റെ നേരെ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ എത്രയാണ്? 40. അതേ അളവ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലെ? അപ്പൊ 40 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ഇങ്ങനൊന്നും എഴുതുന്നില്ല, പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലെ? ആംഗിൾ ഇ കിട്ടൂലേ? ദർഫോർ ആംഗിൾ ഇ എത്ര വരും? 180 നിന്ന് എത്ര കുറച്ചാൽ മതി? മൊത്തം 180 നിന്ന് 40 80 അല്ലെ? 80 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ ആംഗിൾ ഇയുടെ അളവ് കിട്ടി നമുക്ക് 100 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇത് അല്ലെ? അപ്പൊ ഈ രണ്ട് ആംഗിളുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. പറഞ്ഞോ, വേഗം പറഞ്ഞ ഉത്തരം. ചിലർ പറഞ്ഞു അല്ലെ? ഏതാണ് ഉത്തരം? ഇവിടുത്തെ ആംഗിൾ ഉടനടി ഇങ്ങോട്ട് നോക്കാം അല്ലെ? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എത്രയാണ്? 80 ഡിഗ്രി അല്ലെ? 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 80 ഡിഗ്രി. 80. ഓക്കെ അല്ലെ? അപ്പൊ എഴുതാം, ഇൻ ട്രയാങ്കിൾ എ സി എഫ് അല്ലെ? എ സി എഫില് നമുക്ക് ഏതൊക്കെയാണ് ഈക്വൽ? ആംഗിൾ എ സി എഫും
ACF ഈസ് ഈക്വൽ ടു ആംഗിൾ CAF. CAF ഇങ്ങനെ എഴുതണമെന്നറിയാം. നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് എഴുതുന്നത്. അത് എത്രയായിരിക്കും? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഉടനടി ഇങ്ങോട്ട് നോക്കും. ഇവിടെ എത്രയാണ്? 80. അപ്പോൾ 80 ഡിഗ്രി. അപ്പോൾ ഇത് രണ്ടും 80 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും അല്ലേ? ആംഗിൾ F ഈക്വൽ ടു മൊത്തം 180. 180 ഇത് കുറയ്ക്കണം. 80 80 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 160 ഡിഗ്രി അല്ലേ? അപ്പോൾ 160 ഡിഗ്രി കുറച്ചാൽ മതി. ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 20 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? അപ്പോൾ 60, 100, 20. അപ്പോൾ എനിക്ക് ചെറിയ തിരക്കൽ കൊണ്ട് 2 ദിവസത്തെ കമൻസ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ മറുപടി വിടാത്തത്. തീർച്ചയായിട്ടും അത് ഞാൻ വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മറുപടി വിടാം. അപ്പോൾ ആരും അതിലൊരു വിഷമം വിചാരിക്കേണ്ട. ഞാൻ സംശയങ്ങളൊക്കെ അപ്പോൾ തന്നെ തീർത്തു കൊടുക്കാറുണ്ട്. പക്ഷേ 1-2 ദിവസമായിട്ട് ഒരല്പം തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.